Hello students, welcome back to Defense for Malayalam. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് NDA 2025 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Consider the following for the two items that follow. Let y is equal to sin inverse x minus 4x cube by 27. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്, sin inverse x minus 4x cube by 27. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് what is y equal to. അതായത് ഇത് ഏതോ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കിയേ, ഏതിൻ്റെയോ ഒന്നിൻ്റെ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ തന്നിട്ടുള്ളത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 4x ക്യൂബ് ബൈ 27. വൈ ഏതായിരിക്കും? സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കോ, അതോ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 3 ആയിരിക്കോ, 3 സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കോ, അതോ 3 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 3 ആയിരിക്കോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഫംഗ്ഷൻസിൻ്റെ ഫോർമുലാസ് ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുല, അതുപോലെ തന്നെ 3 സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുല, ഇത് രണ്ടും കൂടി ഒന്ന് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. കാരണം ഇവിടെ എക്സ് ഉണ്ട്, എക്സ് ക്യൂബ് ഉണ്ട്, 4x ക്യൂബ്. ഈ 4x ക്യൂബ് ഒക്കെ വരുന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ ഏത് ഫോർമുലയിലാണ്? അതായത് 3 സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ, 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 3 സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുലയിൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് 4x ക്യൂബ് എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലാണെങ്കിലോ ഇവിടെ 4x ക്യൂബ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. 3 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇതല്ല ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. സോ 3 സൈൻ ഇൻവേഴ്സ് എക്സ് അല്ല. ഇനി നമുക്ക് 3 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 3 ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്തെല്ലാം നമുക്ക് എക്സ് ബൈ 3 ഇട്ട് കൊടുക്കാം. എക്സിൻ്റെ സ്ഥലത്തെല്ലാം എക്സ് ബൈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? സൈൻ ഇൻവേഴ്സ് ഓഫ് 3 ഇൻറ്റു എക്സിന് പകരം എക്സ് ബൈ 3 മൈനസ് 4 ഇൻറ്റു എക്സ് ക്യൂബ് ആണ് ഇവിടെ. സോ എക്സ് ബൈ 3 ദ ഹോൾ ക്യൂബ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ നമുക്ക് 3 and 3 ക്യാൻസലായി, എക്സ് മാത്രമേ ഉള്ളൂ, എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 ക്യൂബ് ഇസ് 27. നോക്കിയേ, സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 4x ക്യൂബ് ബൈ 27. ഇതല്ലേ നമുക്ക് തന്നിട്ടുള്ള എക്സ്പാൻഷൻ. സോ ഇവിടെ y ഈസ് ഈക്വൽ ടു 3 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 3. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. വാട്ട് ഈസ് dy ബൈ dx ഈക്വൽ ടു? ഇപ്പം നമുക്ക് y കിട്ടി അല്ലേ, y സിംപ്ലിഫൈഡ് വേർഷനിൽ കിട്ടി, 3 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 3 ആണെന്ന് കിട്ടി. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് dy ബൈ dx ആണ്. സോ എങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? y ഇതാ നമ്മുടെ കയ്യിലുണ്ട്, ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ y ആരായിരുന്നു? ദാറ്റ് ഈസ് 3 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 3 അല്ലേ. നമ്മൾ ഈ ഒരു വലിയ ഫോമിൽ നിന്ന് ഒരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എത്തി, 3 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 3. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, dy ബൈ dx. That is differentiating with respect to x. 3 into എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 3 നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ഇസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഇവിടെ എക്സ് സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ ബൈ 3 സ്ക്വയർ അല്ലേ. ഇവിടുത്തെ നമ്മുടെ എക്സ് ബൈ 3 ആണ്. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്ക്വയർ ചെയ്തു, ഇൻറ്റു ഇനി ആരെ കൂടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? എക്സ് ബൈ 3നെ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് ബൈ 3നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ 3. സോ ഈ 3യും 3യും ക്യാൻസലായി, ബാലൻസ് നമുക്ക് 1 ബൈ റൂട്ട് ഓഫ്, ഇത് റൂട്ടിൻ്റെ ഉള്ളിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 3 സ്ക്വയർ. ദാറ്റ് ഈസ് 1 ബൈ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ബൈ 9. ഇത് 1 ബൈ റൂട്ട് ഓഫ് ആണ്. സോ നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. ഇതെല്ലാം റൂട്ടിൻ്റെ ഉള്ളതായത് കാരണം തന്നെ നമുക്ക് റൂട്ട് ഓഫ് 9 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. Root 9 is 3, so 3 by root of 9 minus x square is the answer. 3 by root of 9 minus x square. Option C is the answer. Next question. Consider the following for the two items that follow. Let the function f of x is equal to x square plus 9. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x equal to x square plus 9 ആണ്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് what is limit x tends to 0 root of f of x minus 3 divided by root of f of x plus 7 minus 4 equal to. അപ്പോൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്കൊന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 7 മൈനസ് 4. 7 റൂട്ടിൻ്റെ ഉള്ളിലാണ്, മൈനസ് 4 പുറത്താണ്. ആൻഡ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 9 ആണ്. സോ എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ആദ്യം ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ. എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 9 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 9 എന്ന് എഴുതുന്നു, മൈനസ് 3 ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ്, ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് 7 ആണ് റൂട്ടിൻ്റെ ഉള്ളിലുള്ളത്. സോ എക്സ് സ്ക്വയർ പ്ലസ് 9
അത് നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ്. പ്ലസ് 7 മൈനസ് 4 ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 മൈനസ് 3 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് 7 16 ആണ് മൈനസ് 4. സോ ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നോക്കിയേ, ഇത് 0 ആയി പോവും. സോ 0 പ്ലസ് 9 ദാറ്റ് ഇസ് 9 റൂട്ട് 9 എന്ന് വരും. റൂട്ട് 9 മൈനസ് 3 ഡിവൈഡ് ബൈ, ഇവിടെ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ റൂട്ട് 16 മൈനസ് 4 വരും. റൂട്ട് 9 3 ആണ്, 3 മൈനസ് 3 ബൈ റൂട്ട് 16 4 ആണ്, 4 മൈനസ് 4, അതായത് 0/0 ഫോം വരും. 0/0 ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം? നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എന്ത് അപ്ലൈ ചെയ്യാം? എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ? എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. അതായത് ഈ ഒരു ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, ഈ ഒരു ലിമിറ്റിൻ്റെ എന്തെടുക്കാം? ഡെറിവേറ്റീവ് എടുക്കാം. അതാണ് എൽ ഹോപ്പിറ്റൽസ് റൂൾ. അപ്പോൾ നമുക്ക് നമ്മൾ എൽ ഹോപ്പിറ്റൽസ് റൂൾ എടുക്കേണ്ടത്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഫംഗ്ഷൻ്റെ ആണ് എൽ ഹോപ്പിറ്റൽസ് റൂൾ എടുക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? റൂട്ട് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഇസ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് 2x ഹോൾ ഡിവൈഡ് ബൈ, ഇനി ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 ആണ്. ഇനി ഇത് എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സൊക്കെ കോൺസ്റ്റൻസ് ആണ്. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി പോവും. സോ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഡിനോമിനേറ്ററിൽ ഇതുപോലെ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 ഇൻറ്റു അഗെയിൻ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ആക്കാം? 2xും ക്യാൻസലായി, ഇവിടെ 2 2സും ക്യാൻസലായി. അപ്പോൾ ഇനി 1/√ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 ഡിവൈഡ് ബൈ 1/√ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 ആണ്. അപ്പോൾ ആദ്യം തന്നെ 1/√ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 എഴുതുന്നു ഇൻറ്റു, ഇത് റെസിപ്രോക്കൽ എടുത്താൽ മതി അല്ലേ? താഴെ ആയത് കാരണം റെസിപ്രോക്കൽ എടുക്കുകയാണ്. സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 ഡിവൈഡ് ബൈ 1. സോ അത് നമുക്ക് ക്ലബ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9. ഇനി ഇതിൽ നമ്മുടെ ലിമിറ്റിൻ്റെ വാല്യൂ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ ഇവിടെ 0 കൊടുത്ത് നോക്കിയേ. റൂട്ട് ഓഫ് 0 പ്ലസ് 16 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 0 പ്ലസ് 9 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 16 ബൈ റൂട്ട് 9. റൂട്ട് 16 4 ആണ്, റൂട്ട് 9 3 ആണ്. സോ ആൻസർ ഇസ് 4/3. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. 4/3 ആണ് ഈ ലിമിറ്റിൻ്റെ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എഫ് ഓഫ് എക്സ് ഇസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് ഏതായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9. ഇത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എഫ് ഓഫ് എക്സ് ഹാസ് ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0. അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം ഉണ്ടെന്നും പറയുന്നു. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് ഇതിൽ ഏതാണോ കറക്റ്റ് അത് മാർക്ക് ചെയ്യണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 9 ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നു. എപ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക? അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 9 ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x എന്നാണ് കിട്ടുന്നത്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ 2 കേസസ് നമുക്ക് എടുക്കാം അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സിന് ഗ്രേറ്റർ ദാൻ 0 വാല്യൂ വന്നു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? ഇപ്പോൾ എക്സിന് നമ്മൾ 1 കൊടുത്താൽ 2 × 1 2, അതും ഗ്രേറ്റർ ദാൻ 0 ആണ്. ആ സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇനി എക്സ് ലെസ് ദാൻ 0 എന്ന് എടുത്തു നോക്കിയേ. ഒരു നെഗറ്റീവ് വാല്യൂ എടുത്തു നോക്കിയേ. നെഗറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ ഇതും എന്തായി? ഇതും ഡിക്രീസിങ് ആയി അല്ലേ? സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0, അതായത് ഡിക്രീസിങ് ആയി. എല്ലായിടത്തും ഇത് ഇൻക്രീസിങ് അല്ല. അതിനർത്ഥം എന്താ? ഫംഗ്ഷൻ ഇസ് നോട്ട് ഇൻക്രീസിങ് എവ്രിവെയർ അല്ലേ? എല്ലായിടത്തും ഇൻക്രീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദിസ് ഇസ് നോട്ട് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ല ത്രൂ ഔട്ട്. ഇത് ചില സമയത്ത് ഡിക്രീസിങ്ങും ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ല എന്ന് മനസ്സിലായി, തെറ്റാന്ന് മനസ്സിലായി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എഫ് ഓഫ് എക്സ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0. ലോക്കൽ മാക്സിമം ആണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ കണ്ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ 2x ആണ്. ലോക്കൽ മാക്സിമം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അത് ഡബിൾ ഡെറിവേറ്റീവ്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. സോ ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
2xനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരെ 2 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. 2 ഗ്രേറ്റർ ദാൻ 0 ആയത് കാരണം തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് ലോക്കൽ മിനിമം ആണ്, ലോക്കൽ മാക്സിമം അല്ല, ലോക്കൽ മിനിമം ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു 0 നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്, ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പക്ഷെ നമ്മൾ ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചപ്പോൾ 2 പോസിറ്റീവ് വാല്യൂ കിട്ടി, അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ മിനിമത്തിൻ്റെ കണ്ടീഷനാണിത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോക്കൽ മാക്സിമം ആണെന്നാണ്. സോ ഇതും തെറ്റാണ്. സോ ദ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ, നൈദർ 1 nor 2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider the following for the two items that follow. The function f of x satisfies f of x by y equal to f of x divided by f of y for all positive real values of x and y, and f of 2 is equal to 3. നമുക്ക് രണ്ട് ക്ലൂ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് വൈ ആണ്. അത് മാത്രമല്ല എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 3 ആണെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എഫ് ഓഫ് 16 ഈക്വൽ ടു? എഫ് ഓഫ് 16 കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് എഫ് ഓഫ് 16 കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ ഫംഗ്ഷൻ്റെ പ്രത്യേകത എഫ് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് വൈ ആണ് അല്ലേ. അത് മാത്രമല്ല നമുക്ക് തന്നിട്ടുള്ള കാര്യം എഫ് ഓഫ് 2 ഈക്വൽ ടു 3 എന്നാണ്. അപ്പോൾ എഫ് ഓഫ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് 2നെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് 2നെ നമുക്ക് 2/1 എഴുതാലോ, ജസ്റ്റ് 2/1 എഴുതാലോ. അപ്പോൾ ആൻസർ 2 തന്നെയല്ലേ. സോ എഫ് ഓഫ് 2 ബൈ എഫ് ഓഫ് 1 എഴുതാലോ. ഇതിൽ നിന്ന് എഫ് ഓഫ് 2ൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ, എഫ് ഓഫ് 2 ഇൻറ്റു എഫ് ഓഫ് 1. അതായത് തന്നിട്ടുണ്ട് എഫ് ഓഫ് 2ൻ്റെ വാല്യൂ 3 ആണെന്ന്. സോ 3 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1. കറക്റ്റ് ആണല്ലോ. അപ്പോൾ അത് സാറ്റിസ്ഫൈ ആയി. ഇതിനർത്ഥം എഫ് ഓഫ് 2ൻ്റെ വാല്യൂ 3 ആണെന്നും എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 1 ആണെന്നും മനസ്സിലായി. ഇനി നമുക്ക് എഫ് ഓഫ് 2നെ വേറെ ഏതെങ്കിലും രീതിയിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് 2 ആൻസർ കിട്ടുമ്പോൾ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ഡിവൈഡ് ചെയ്താൽ 2 ആൻസർ കിട്ടുമോ? ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം എടുക്കാം. എഫ് ഓഫ് 4 ബൈ എഫ് ഓഫ് 2 നോക്കിയേ, 4/2 ചെയ്ത് കഴിഞ്ഞാലും ആൻസർ 2 അല്ലേ കിട്ടുക. സോ 16ലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 എടുത്തിരിക്കുന്നത്. എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 4 ബൈ എഫ് ഓഫ് 2 എന്ന് എഴുതും. ഇനി ഇതിൽ നിന്ന് എഫ് ഓഫ് 4 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എഫ് ഓഫ് 4 ഇസ് ഈക്വൽ ടു ഇത് രണ്ടും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എഫ് ഓഫ് 2 ഇൻറ്റു എഫ് ഓഫ് 2. എഫ് ഓഫ് 2 ആണെങ്കിൽ നമുക്കറിയാം തന്നിട്ടുണ്ട് 3 ആണെന്ന്. സോ 3 ഇൻറ്റു 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 9. സിമിലർലി എഫ് ഓഫ് 4 നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ എഫ് ഓഫ് 4ൻ്റെ വാല്യൂ കിട്ടി 9 ആണെന്ന്. അപ്പോൾ എഫ് ഓഫ് 4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? എഫ് ഓഫ് 16 ബൈ എഫ് ഓഫ് 4 എന്ന് എഴുതാം അല്ലേ. നമുക്ക് കാരണം ഈ വാല്യൂ ആണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് 16 നമ്മളിവിടെ ഒരു റിലേഷനായിട്ട് എടുത്തത്. എഫ് ഓഫ് 16 ബൈ എഫ് ഓഫ് 4. അപ്പോൾ ഇതിൽ നിന്ന് എഫ് ഓഫ് 16ൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എഫ് ഓഫ് 16 ഇസ് ഈക്വൽ ടു ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, എഫ് ഓഫ് 4 ഇൻറ്റു എഫ് ഓഫ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 9. 9 ഇൻറ്റു 9 81 ഇസ് ദ ആൻസർ. എഫ് ഓഫ് 16ൻ്റെ വാല്യൂ എന്താണ്? എഫ് ഓഫ് 16 ഇസ് ഈക്വൽ ടു 81. ഏതാ നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ കിട്ടി? എഫ് ഓഫ് 2ൻ്റെ വാല്യൂ 3 ആണെന്ന് തന്നിരുന്നു. എഫ് ഓഫ് 4ൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 9 ആണെന്ന്. എഫ് ഓഫ് 1ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു 1 ആണെന്ന്. പിന്നെ എഫ് ഓഫ് 16ൻ്റെ വാല്യൂ നമുക്ക് 81 ആണെന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിട്ടി. ഇനി നെക്സ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എഫ് ഓഫ് 1 ഇൻറ്റു എഫ് ഓഫ് 4? എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 1 ആണ്, എഫ് ഓഫ് 4ൻ്റെ വാല്യൂ 9 ആണ്. സോ 1 ഇൻറ്റു 9 ഇസ് ദ ആൻസർ. ഓപ്ഷൻ സി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് എത്താൻ വളരെ ഈസിയാണ് അല്ലേ. ഇത് എപ്പോഴും ഇങ്ങനെ കൺസിഡർ ദ ഫോളോയിങ് 2 ഐറ്റംസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ച് സ്റ്റെപ്സ് കൂടുതൽ വരുന്നത്, രണ്ടാമത് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ഈ ഫസ്റ്റ് വണ്ണിൻ്റെ ബേസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഫോർ ദ 2 items that follow. A function f is such that f of xy equal to f of x plus y. ഇവിടുത്തെ കണ്ടീഷൻ ഇതാണ്. ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ, ആൻഡ് എഫ് ഓഫ് 5 ഇസ് ഈക്വൽ ടു 10. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് വൈയോട് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആയിരിക്കും. അതേപോലെ എഫ് ഓഫ് 5ൻ്റെ വാല്യൂ 10 ആണ്. ഈ രണ്ട് ക്ലൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് എഫ് ഓഫ് 0 ഈക്വൽ ടു? എഫ് ഓഫ് 0ൻ്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഈ ഒരു റിലേഷനിൽ ഈ തന്നിട്ടുള്ള സാധനം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എഫ് ഓഫ് 5 10 ആണെന്ന് പറയുന്നു. സോ എഫ് ഓഫ് 5 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 ഇൻറ്റു 1 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 5 പ്ലസ് 1. അതായത്
എഫ് ഓഫ് 5 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 6. ഇത് രണ്ടും ഈക്വൽ ടു ആരാണ്? ഈക്വൽ ടു 10. ഇതേപോലെ നമുക്ക് വേറെ റിലേഷൻസ് എഴുതാലോ. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് വേറെ ഏതൊക്കെ നമ്പേഴ്സിനെ ക്ലബ് ചെയ്യാം? ഇപ്പോൾ എഫ് ഓഫ് 4 ഇൻറ്റു 1 എഴുതാം അല്ലേ. 4 ഇൻറ്റു 1 എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 4 പ്ലസ് 1 എടുക്കണം. എക്സ് ഇൻറ്റു വൈ, എക്സ് പ്ലസ് വൈ. ദിസ് ഇസ് എഫ് ഓഫ് 4 ഇൻറ്റു 1 എഫ് ഓഫ് 4 ആണ്. എഫ് ഓഫ് 4 പ്ലസ് 1 എന്താണ്? എഫ് ഓഫ് 5 ആണ്. എഫ് ഓഫ് 5 എന്ന് പറയുന്നത് ആരാണ്? തന്നിട്ടുണ്ട് 10 ആണ്. സോ നമുക്കിപ്പോൾ ഈ ഒരു റിലേഷൻ കിട്ടിയില്ലേ? എഫ് ഓഫ് 4ഉം എഫ് ഓഫ് 5ഉം ഈക്വൽ ആണ്. എഫ് ഓഫ് 5ഉം എഫ് ഓഫ് 6ഉം ഈക്വൽ ആണ്. ഇനി ഇത് കണക്ട് ചെയ്തിട്ട് വേറെ ഇക്വേഷൻസ് നമുക്ക് ഫ്രെയിം ചെയ്യാലോ. ഇപ്പോൾ എഫ് ഓഫ് 3 ഇൻറ്റു 1 എന്ന് എഴുതുന്നു. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 3 പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും എഫ് ഓഫ് 3 ഇൻറ്റു 1 എഫ് ഓഫ് 3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3 പ്ലസ് 1 ആകുമ്പോൾ 4 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലായി. എഫ് ഓഫ് 4ൻ്റെ വാല്യൂ എന്താ? 10 ആണ്. സോ എഗെയിൻ ഇത് ഈക്വലായി. ഇപ്പോൾ നോക്കിയേ, എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 4 ഈക്വൽ ടു എഫ് ഓഫ് 5 ഈക്വൽ ടു എഫ് ഓഫ് 6. എല്ലാ നമ്പേഴ്സും ഈക്വൽ ആണ്. ഈക്വൽ ടു ഏത് നമ്പറാണ്? 10. സോ വാട്ട് ഡസ് ഇറ്റ് മീൻസ്? ഇതിൻ്റെ മീനിങ് എന്താ? നമ്മുടെ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഏത് വാല്യൂസ്, ഏത് ഫംഗ്ഷൻ ഏത് വാല്യൂ കൊടുത്താലും ആൻസർ എന്തായിരിക്കും? 10 ആയിരിക്കും. നമുക്ക് ഏത് നമ്പേഴ്സ് വേണമെങ്കിൽ വെച്ച് ചെക്ക് ചെയ്യാം. അപ്പോഴൊക്കെ നമുക്ക് 10 ആയിരിക്കും ആൻസർ കിട്ടുക. കാരണം ഇതെല്ലാം റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആകുമ്പോൾ എഫ് ഓഫ് 0ൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 തന്നെ ആയിരിക്കും. കാരണം ഇത് റിലേറ്റഡ് ആണ്. സോ നമുക്ക് എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്, വിച്ച് ഇസ് 98th വൺ. വാട്ട് ഈസ് എഫ് ഓഫ് 20 പ്ലസ് എഫ് ഓഫ് മൈനസ് 20 ഈക്വൽ ടു? നമ്മുടെ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. എഫ് ഓഫ് ഏത് വാല്യൂ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് ഏത് വാല്യൂ ചെയ്ത് കഴിഞ്ഞാലും 10 ആണ് ആൻസർ കിട്ടുക. സോ ഇവിടെ എഫ് ഓഫ് 20യുടെ ആൻസറും എന്ത് തന്നെ ആയിരിക്കും? 10 ആയിരിക്കും. പ്ലസ് എഫ് ഓഫ് മൈനസ് 20യുടെ ആൻസറും എന്ത് തന്നെ ആയിരിക്കും? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയത് കാരണം അതും 10 ആയിരിക്കും. സോ 10 പ്ലസ് 10 ഇസ് ഈക്വൽ ടു 20. ഓപ്ഷൻ ഇസ് സി. ആൻസർ ഇസ് 20.